अस्सलाम वालेकुम। आदाब बच्चों, आप कैसे हैं? खैरियत से ना? ठीक है। 10वीं जमात के पहला यूनिट हम पढ़ते आए हैं। पहला यूनिट का पहला सबक सताती है मुफलिसी। इसमें क्या क्या बताया गया है? एक गरीब लड़का है, उसका नाम क्या था? साजन। साजन के माम अम्मी के नाम क्या है? लक्ष्मी। लक्ष्मी और साजन। लक्ष्मी हर दिन दुकानों की सफाई और बाज़ार की सफाई के कामों में मसरूफ़ रहते हैं, और इस वक्त पर साजन शहर के चहल पहल और शहर के तजुर्बात देखते जा रहे हैं। और इस वक्त एक भिखारी गीत गाते हुए वहाँ माँ पहुँचा। उसका गीत नज़ीर अकबराबादी से लिखी हुई उस भिखारी के गीत अभी हम पढ़ेंगे। देखिए, सब किताब में देखिए। जब आदमी के हाल पर आती है मुफलिसी, किस किस तरह से उसको सताती है मुफलिसी। जब आदमी के हाल पर आती है मुफलिसी, किस किस तरह से उसको सताती है मुफलिसी। जब ആദ്മി के ഹാൽ पर आती है മുഫ്ലിസി. മുഫ്ലിസി എന്താ? കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. മുഫ്ലിസി എന്താ? സത്താത്തി ഹെ മുഫ്ലിസി, ദാരിദ്ര്യം. മുഫ്ലിസി എങ്ങാനും ജബ് എങ്ങാനും മുഫ്ലിസി ആദ്മി के ഹാൽ पर आती है, ഒരു മനുഷ്യൻ്റെ ഒരാളുടെ ജീവിതത്തിലെങ്ങാനും ജീവിത അവസ്ഥക്കിടയിലെങ്ങാനും ദാരിദ്ര്യം വന്നു പെട്ടാൽ, നൗദുബില്ല, നമ്മളൊക്കെ എല്ലാവരെയും അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ഒരാളുടെ ജീവിതാവസ്ഥയിലെങ്ങാനും മുഫ്ലിസി ദാരിദ്ര്യം വന്നു പെട്ടാൽ, കിസ് കിസ് തരാസെ ഉസ്കോ സതാത്തി ഹെ മുഫ്ലിസി, അത് എങ്ങനെയൊക്കെ അദ്ദേഹത്തെ ആ മുഫ്ലിസി വേട്ടയാടും, എങ്ങനെയെല്ലാം ആ മുഫ്ലിസി ആ മനുഷ്യനെ വേട്ടയാടും. അതാണ് നദീർ അക്ബറാബാദി ഈ കവിതയിലൂടെ പറയുന്നത്. प्यासा तमाम रोज बिताती है मुफलिसी, भूखा तमाम रात सुलाती है मुफलिसी. പ്യാസ തമാം റോദ് ബിട്ടാത്തി ഹെ മുഫ്ലിസി. ഒരു പക്ഷേ ഒരു ദിവസം മുഴുവനും അവനെ ആ മുഫ്ലിസിലെങ്ങാൻ അകപ്പെട്ടാൽ ആ മനുഷ്യനെ തമാം റോദ് ദിവസം മുഴുവനും പ്യാസ ബിട്ടാത്തി ഹെ, അവന് ദാഹിച്ചു വലഞ്ഞവനായി ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടാവാം. അത് മുഫ്ലിസിയുടെ ഒരു ലക്ഷണമാണ്. ഭൂക്കാ തമാമ് രാത്ത് സുലാത്തി ഹെ മുഫ്ലിസി. ഒരു പക്ഷേ ഒരു രാത്രി മുഴുവനും, അല്ലെങ്കിൽ രാത്രികൾ, അല്ലെങ്കിൽ പല രാത്രികളും, തമാം രാത്ത്, എല്ലാ രാത്രികളും അവനെ സുലാത്തി ഹെ ഉറക്കുന്നത്, അവൻ ഉറങ്ങുന്നത് എങ്ങനെയായിരിക്കും? ഭൂക്ക, വിശന്നുകൊണ്ട്. നമ്മളൊന്നും വിശപ്പറിഞ്ഞിട്ടില്ല, നമുക്കൊന്നും ദാഹാറിയില്ല, വിശപ്പറിയില്ല. വിശപ്പറിയുന്നവർക്ക് അത് ഒരു ദാരിദ്ര്യമാണെന്നും ആ ദാരിദ്ര്യത്തിൻ്റെ വേദന അപ്പോഴേ അറിയൂ. അപ്പോൾ മുഫ്ലിസി എങ്ങാനും ഒരാളുടെ ദാരിദ്ര്യം ഇല്ലായ്മ എങ്ങാനും ഒരാളുടെ ജീവിതത്തിൽ വന്നു പോയാൽ, ഒരുപക്ഷെ അയാൾ ദാഹിക്കുന്നവനായി ദിവസം കഴിച്ചു കൂട്ടേണ്ടി വരും. ഒരുപക്ഷെ അയാൾ വിശന്നവനായി ഉറങ്ങേണ്ടി വരും. ദിവസങ്ങളോളം വിശപ്പും ദാഹവും സഹിക്കുന്ന ആ അവസ്ഥയാണ് മുഫ്ലിസി എന്ന് പറയുന്നത്. ये दुख वो जाने जिस पे के आती है मुफलिसी, ये दुख वो जाने जिस पे के आती है मुफलिसी, ये दुख वो जाने. ഇതിൻ്റെ സങ്കടം, ഇതിൻ്റെ ദുഃഖം അവനെ അറിയൂ. ആർക്ക്? ജിസ് പേ കെ ആത്തി ഹെ മുഫ്ലിസി. ആരിലാണോ ഈ മുഫ്ലിസി ദാരിദ്ര്യം അനുഭവപ്പെടുന്നത്, ദാരിദ്ര്യം വന്നു പോകുന്നത്, അവനെ അതിൻ്റെ വേദന, അതിൻ്റെ ദുഃഖം അറിയുള്ളൂ. मुफलिस की कुछ नजर नहीं रहती है आन पर, देता है अपनी जान वो एक एक नान पर. എന്താ പറഞ്ഞു? മുഫലിസ് की कुछ नजर नहीं रहती है आन पर. ഒരു ദരിദ്രൻ്റെ, മുഫ്ലിസി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം, മുഫ്ലിസ് എന്ന് പറഞ്ഞാലോ ആ ദാരിദ്ര്യം അനുഭവിക്കുന്ന ദരിദ്രൻ. ഇത് നേരത്തെ ഉള്ള ക്ലാസ്സിൽ പറഞ്ഞതാണ്.
മുഫ്ലിസ് കി കുച്ച് നദർ നഹീ രഹ്തി. ഒരു ദരിദ്രന് വേറെ ഒന്നും കാണാൻ കഴിയില്ല. നദർ നഹീ രഹ്തി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റില്ല. ആനിപ്പർ ഒരു സമയത്തും മോന് വേറൊന്നും കാണാൻ പറ്റില്ല. ദേത്താഹെ അപ്പനി ജാൻ, അവൻ്റെ ജീവൻ തന്നെ, ജാൻ എന്താണ്? ജീവൻ. അവൻ്റെ ജീവൻ വേണമെങ്കിലും കൊടുക്കും. കേക്ക് ഞാനിപ്പർ, ഒരു റൊട്ടിക്ക് വേണ്ടി. ഞാൻ എന്ന് പറയുന്നത് പിന്നെ ഉത്തരേന്ത്യക്കാർ സാധാരണ റൊട്ടിക്ക് പറയുന്ന പേര്. അവിടെ ഗോതമ്പ് ഉണ്ടാക്കുന്ന റൊട്ടി ഞാൻ. ഇപ്പോൾ ഇവിടെയൊക്കെ ഹോട്ടലിന് മുമ്പിൽ പേരൊക്കെ കാണാനുണ്ട് ഞാൻ, അല്ലേ? പൊറോട്ട, പിന്നെ ചപ്പാത്തി, അതിൻ്റെ കൂടെ ഉണ്ടാവും വേറെ കുറേ സാധനങ്ങളുടെ പേരുകൾ എന്നെക്കാളും നിങ്ങൾക്ക് അറിയാതെ. ഞാൻ അതിലൊരു വിഭവമാണ്. അതായത് സാധാരണ ചട്ടിൻ്റെ ഉള്ളിൽ പറയുന്നത് ദോശയോ അപ്പമൊക്കെയാണ്. ചട്ടിൻ്റെ പുറത്താണ് ഇത് വരിക. അപ്പോൾ ചട്ടി ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ട് തീയിൻ്റെ എന്തോ പ്രത്യേക അടുപ്പാണ് അതിന്. ഞാൻ റൊട്ടി അറിയാം നിങ്ങൾക്ക്, എന്നെക്കാളും നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ദേത്താഹെ അപ്പനി ജാൻ വോ കേക്ക് ഞാനിപ്പർ, അവൻ്റെ ജീവനും കൊടുക്കും ഒരു റൊട്ടിക്ക് വേണ്ടി, ഒരു നാനിന് വേണ്ടി. हर आन टूट पड़ता है रोटी के खाने पर, जिस तरह कुत्ते लड़ते हैं एक ही खाने पर. हर आन टूट पड़ता है. ഇനി അവൻ്റെ അടുത്ത് എങ്ങാനും ഒരണ, അവിടെ ഒരണ എങ്ങാനും അവൻ്റെ അടുത്ത് വന്നു പോയാലോ. ആൻ എന്ന് പറഞ്ഞാൽ അണ എന്ന് പറഞ്ഞാൽ പൈസയുടെ പണ്ടുണ്ടായിരുന്ന പൈസ ഉപയോഗത്തിലുണ്ടായിരുന്നൊരു നായ പൈസ എന്നൊക്കെ പറയുന്നത് അന്ന് ഇവിടെ നിലവിലുണ്ടായിരുന്ന പൈസകളുടെ ഒരു. ഹർ ആൻ ടൂട്ട് പടുത്താഹെ, ഓരോ അണയും അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്, ഓരോ നിമിഷവും അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ റോട്ടിക്ക് ഖാനിപ്പർ, ഭക്ഷണത്തിൻ്റെ ആവശ്യത്തിനാണ്, ഭക്ഷണത്തിന് വേണ്ടിയാണ് അവന് ചെലവാക്കുന്നത്. ജിസ്തര കുത്തേലെടുത്തേഹെ. മാത്രമല്ല മുഫ്ലിസായ ഒരാൾ അല്ലെങ്കിൽ മുഫ്ലിസിയിൽ അകപ്പെട്ട ഒരാൾ എന്താ ചെയ്യുന്നത്? കുത്തേലെടുത്തേഹെ ഏക്കിസ് ഖാനിപ്പർ. ഇവർ പരസ്പരം കലഹിക്കുന്നത് ഏതുപോലെ എന്നാലോ, ഏക്ക് ഇസ്ഖാൻ പർ. ഇസ്ഖാൻ എന്ന് പറഞ്ഞാൽ ഒരു പീസ് ഓഫ് ബോൺ എന്ന് പറഞ്ഞാൽ എല്ല്. ഒരു എല്ലും കഷ്ണത്തിന് ഹോട്ടലുകളിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ നമ്മൾ മനുഷ്യനെ ഒഴിവാക്കുന്ന എല്ലും കഷ്ണം, ഒരു എല്ലും കഷ്ണത്തിന് വേണ്ടി നായ്ക്കൾ കടി കൂടുന്ന പോലെ. കുത്തേലെടുത്തേ, നായ്ക്കൾ കടി കൂടുക, നായ്ക്കൾ കലഹിക്കുക. തെരുവിൽ നായ്ക്കൾ കലഹിക്കുന്നത് പോലെ, ഒരു എല്ലും കഷ്ണത്തിന് വേണ്ടി കലഹിക്കുന്നത് പോലെ, ഒരു റൊട്ടി കഷ്ണത്തിന് വേണ്ടി ആളുകൾ കടിപിടി കൂടും ഓൻ്റെ ജീവിതത്തിലെങ്ങാനും മുഫ്ലിസി വന്നു പോയാൽ. വൈസാഹി മുഫ്ലിസോക്കോ ലഡാത്തി ഹേ മുഫ്ലിസി, വൈസാഹി മുഫ്ലിസോക്കോ ലഡാത്തി ഹേ മുഫ്ലിസി. അതുപോലെ ദരിദ്രരെ കടിപിടി കൂട്ടും മുഫ്ലിസി, ദരിദ്രൻ. ഓക്കെ.